നാരായണൻകുട്ടിയെക്കുറിച്ച് പലരും കഥകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ സത്യമാണോ? ഏതാണ്ടും കുറച്ചൊക്കെ ഉണ്ടാവും. പിന്നെ അതങ്ങോട്ട് ഡെവലപ്പ് ചെയ്ത് പ്രധാന ആള് നമ്മുടെ അനീഫൻ, കലാഭവൻ. അവനാണ് ഇതിന്റെ ആള്. ഹലോ, 2 ഫുള്ള് വേണോട്ടാ. നാരായണൻകുട്ടിയാണ്. അപ്പോൾ ചേട്ടാ ഇത് പൈസയുടെ കമ്പനി പറ്റിലടിച്ചിക്കോടാന്ന് പറഞ്ഞു. പൈസ എന്നെ മച്ച പറഞ്ഞിരുത്തിക്കളാം ഞാനല്ല. പഴയ കേക്ക് നീഫേ, നീ അല്ലടാ പട്ടിയാ ചെയ്തത്. അപ്പോൾ അവൻ ഒരു ചെറിയ സംഭവം എന്തെങ്കിലും എവിടെ നിന്നെങ്കിലും കിട്ടും, അത് എൻ്റെ പേരിലേക്ക് ആക്കി ഡെവലപ്പ് ചെയ്ത്. പക്ഷെ ഒരു കാര്യം, അത് പ്രസൻറ്റ് ചെയ്യാനുള്ള അവൻ്റെ കഴിവ് നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ. അവനിപ്പോഴും എന്നെ വിടാറില്ല. അത് സിദ്ദീഖ് സാറിന് അറിയാമോ? ഇന്നലെ രാത്രി ഞാൻ കിടന്നുറങ്ങിയപ്പോൾ ഒരു 2.5 മണിക്കൂർ എടുത്ത് എൻ്റെ കൊതുക് വലയ്ക്കകത്ത് ഒരു കൊതുക് അത് വിടണില്ല. അവസാനം ഒരു കണക്കെ അവനെ പിടിക്കാൻ, അവനെ അടിക്കാൻ പോയപ്പോൾ എന്നെ കൊല്ലല്ലേന്ന്. നീ ആരാ? എന്നെ മിമിക്രി അനീഫ പറഞ്ഞു വിട്ടതാണ്. അതുകൊണ്ട് അവനെ കൊല്ലാണ്ട് ഞാൻ വിട്ടു. അവൻ സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. ഞാൻ രാത്രി ഉറങ്ങാതിരിക്കാൻ വേണ്ടി അവൻ ചെയ്ത പണിയാണ്. ഇതിപ്പോൾ ഒരു കഥയുണ്ടാക്കി. എൻ്റെ വീട്ടിൽ ഒരുപാട് ചെടികളൊക്കെ നട്ടു വളർത്തിയിട്ടുണ്ട്. ഒരുപാട് ചെടികളുണ്ട്. അപ്പോൾ എൻ്റെ മോളോട് ഞാൻ പറയും, മോളെ അതൊക്കെ ഒന്ന് നനച്ചേക്കട്ടോ എന്ന് പറയും. അവിടെ നനയ്ക്കാറുണ്ട്. അതൊക്കെ നനയ്ക്കാറൊക്കെ ഞാൻ കാണാറുണ്ട്. ഒരു ദിവസം നോക്കിയപ്പോൾ ഒറ്റ ചെടിയും നനച്ചിട്ടില്ല. മുള വിളിച്ച് ചോദിച്ചു, എന്താ നീ ചെടിയൊക്കെ നനയ്ക്കേണ്ടതാ? അച്ഛൻ മഴ പെയ്യല്ലേ എന്ന്. അതിനല്ലേ മോളെ നിൽക്കാൻ കുട മേടിച്ചു തന്നെ. അപ്പൊ ഹനീഫെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് മിമിക്രിക്കാരുടെ കുഴപ്പം. ഇതൊരു കഥയാണെന്ന് പോലും അതങ്ങനെയാണ് നമ്മളെ പറ്റി കഥ ഉണ്ടാക്കുന്നത്. അത് ഒരു ഭാഗ്യമാണെന്ന്. അതെ അതെ. അത് പണ്ട് ബാസിയേട്ടൻ, കുതിരവട്ടം പപ്പു, ബഹദൂർക്ക, അതേപോലെ ഒരുപാട് കോമഡി ആർട്ടിസ്റ്റുകളെ കുറിച്ച് ഇങ്ങനെ ഒരുപാട് കഥകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു ക്രെഡിറ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. വെരി ഗുഡ്. നമ്മൾ ആരെങ്കിലുമൊക്കെ ആണ് എന്ന് അവർക്ക് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ കഥകൾ വിശ്വസിക്കണമെങ്കിൽ അങ്ങനെയുള്ള കഥ ഉണ്ടാകും. അന്ന് നാരായണൻകുട്ടി അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് സൗണ്ട് ഐറ്റംസ്, പിന്നെ ചില വാർത്തകൾ, സംസ്കൃതത്തിൽ ഓർമ്മയുണ്ട്. അന്ന് ആ ഇതിൽ വന്നപ്പോൾ അതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. അപ്പോൾ ആ വാർത്ത യം ആകാശവാണി സംപ്രതി വാർത്താ പ്രവാചക ബലദേവാനന്ദ സാഗര ശ്രീഹരിക്കോട്ടയാം റോക്കറ്റാം വിക്ഷേപണ മൂക്കുമുത്തി വീണ 32 കോടി പോയാ ആന്ധ്ര മുഖ്യമന്ത്രിയാം NT റാവുവാം പണം തട്ടിക്കലാക കേന്ദ്രം പിടിക്കലാക മുൻ മുഖ്യമന്ത്രി അച്യുതാനന്ദനാം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാം സംസാര വിഷയം അലസി പിരിഞ്ചലക മോഡി സർക്കാരാം പുതിയ ബഡ്ജറ്റ് അവതരിപ്പിച്ചാക കേരളത്തിന് നഹ.